അമേരിക്ക ഇറാൻ യുദ്ധം പുതിയ തലങ്ങളിലേക്ക് കടക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിലേക്കാണ് പുതിയ സംഘർഷങ്ങൾ കടന്നിരിക്കുന്നത്. അതുമാത്രമല്ല, ഹോർമൂസിനെ ചുറ്റിപ്പറ്റിയുള്ള ഈ സംഘർഷം ചെങ്കടലിലേക്ക് കൂടി ഇറാൻ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഇന്നലെ ചെങ്കടലിൽ സൗദി എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ട സംഭവം തെളിയിക്കുന്നത്. ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും ലക്ഷ്യമിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഇരുട്ടിലാക്കുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ പ്രോക്സികളായ യമനിലെ ഹൂത്തി വിമതർ കൂടി ആക്രമണവുമായി രംഗത്തെത്തുന്നത്. ചെങ്കടലിൽ സൗദി എണ്ണ ടാങ്കറുകൾ ആക്രമിച്ചത് ഹൂത്തികളാണ്. ഹോർമൂസിൽ ഇറാനും കപ്പലുകൾ ആക്രമിച്ചതായി പറയപ്പെടുന്നു. ഇറാൻ ഇറാഖ് അതിർത്തിയായ ഷലാംഷയിൽ ഇറാനിയൻ പോലീസ് ഉദ്യോഗസ്ഥർ വിശ്രമിക്കുന്ന കേന്ദ്രം ലക്ഷ്യമിട്ട് US സൈന്യം ആക്രമണം നടത്തി 2 പേർ മരിച്ചതായി ഖുസൈസ്ഥാൻ പ്രവിശ്യ ഗവർണർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തുടർച്ചയായ 12 ദിവസങ്ങളിൽ നടക്കുന്ന ഈ ആക്രമണ പരമ്പരകൾക്ക് വിരാമമിടാൻ സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകൾ ഇപ്പോഴും അകലെയാണ്. ഒന്നാമതായി, അമേരിക്കൻ ഭരണകൂടം ഈ ആക്രമണങ്ങൾക്ക് ഒരു കൃത്യമായ ലക്ഷ്യം നിശ്ചയിക്കണം. അതോടൊപ്പം അതിജീവനത്തെ വിജയമായി തെറ്റിദ്ധരിക്കാതെ രാജ്യം കടുത്ത പ്രതിസന്ധിയിലാണ് എന്നുള്ള വസ്തുത അംഗീകരിക്കാൻ ഇറാനും തയ്യാറാകണം. കണ്ണിന് കണ്ണ് എന്ന രീതിയിലാണ് ഇറാന്റെ നീക്കങ്ങളും മുന്നറിയിപ്പുകളും. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ അമേരിക്ക തകർത്താൽ തിരിച്ചടി പശ്ചിമേഷ്യൻ മേഖലയിലെ മറ്റു രാജ്യങ്ങളിലായിരിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. തങ്ങൾക്ക് ഇല്ല എങ്കിൽ ആർക്കും ഒന്നും ഉണ്ടാകില്ല എന്നാണ് ഇറാൻ പശ്ചിമേഷ്യൻ മേഖലയിലെ രാജ്യങ്ങൾക്ക് അന്ത്യശാസനം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ തങ്ങൾക്ക് എണ്ണ വിൽക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റാർക്കും അതിന് കഴിയില്ല എന്നുകൂടി ഇറാൻ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. മറ്റു രാജ്യങ്ങളുടെ എണ്ണ വിൽക്കാൻ സമ്മതിക്കില്ല എന്ന ഭീഷണിയുടെ പ്രതിഫലനമാണ് ഹോർമൂസിലെയും ബാബൽ മന്ദേബിലെയും കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണം. ഹോർമൂസിൽ 3 കപ്പലുകൾ മുന്നറിയിപ്പ് മറികടന്ന് പോകാൻ ശ്രമിച്ചുവെന്നും ഒരു കപ്പലിൽ സ്ഫോടനമുണ്ടായതായും ബാക്കിയുള്ളവർ പിൻവാങ്ങിയതായും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടനുബന്ധിച്ച് തന്നെയാണ് ചെങ്കടലിലെ ബാബൽ മന്ദേബിൽ 2 സൗദി എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടത്. ഇൻസലിയ, ലൈല എന്നീ 2 കപ്പലുകൾ ആക്രമിച്ചത് തങ്ങളാണ് എന്ന് യമനിലെ ഹൂത്തികൾ അവകാശപ്പെടുകയും ചെയ്തു. യമനിലെ ഹൂതി വിഭാഗം ഇറാൻ അനുകൂലികളും ഇറാന്റെ സഖ്യകക്ഷികളുമാണ്. തങ്ങളെ ആക്രമിച്ചാൽ ബാബൽ മന്ദേബ് കൂടി അടയ്ക്കുമെന്നും കപ്പലുകൾ ആക്രമിക്കപ്പെടുമെന്നും ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. സൗദി അറേബ്യക്കെതിരെ സമുദ്ര ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഹൂതി വിമതരുടെ നേരത്തെയുള്ള ഭീഷണിയും ഇതോട് ചേർത്തു വായിക്കണം. ഇന്ത്യയിലേക്ക് എണ്ണയുമായി എത്തുന്ന കപ്പലുകൾ പ്രധാനമായും സൗദി അറേബ്യ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധികൾക്ക് ശേഷം ഇത്തരം കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് വഴി മുംബൈ, ഗുജറാത്ത്, മംഗലപുരം എന്നീ തുറമുഖങ്ങളിലാണ് എത്തുന്നത്. ഇന്ത്യക്കുള്ള എണ്ണയുമായി വന്ന കപ്പലിനെയും ബാബൽ മന്ദേബിൽ ഹൂത്തികൾ തിരിച്ചുവിട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ. ഹോർമൂസിലെ ഇറാൻ ഉപരോധവും അതിനു പുറമെ ഇനി ചെങ്കടലിൽ ഹൂതി ഉപരോധവും കൂടിയാകുന്നതോടെ ഇത് ആഗോള കപ്പൽ ഗതാഗതത്തിന് തന്നെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ബാബൽ മന്ദേബിലേക്ക് പോകുകയായിരുന്ന 4 കപ്പലുകൾ എങ്കിലും U-ടേൺ എടുത്ത് മാറി സഞ്ചരിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല, മുൻപ് 2023-ലും 2024-ലും ഉൾപ്പെടെ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിച്ച ചരിത്രവും ഹൂത്തികൾക്കുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണത്തെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കങ്ങൾ പ്രധാനമായും തുടരുന്നത്. ഹോർമൂസിന്റെ വിലപേശൽ സാധ്യത മനസ്സിലാക്കിയ ഇറാൻ ഒരിക്കലും നിയന്ത്രണം വിട്ടുനൽകാൻ തയ്യാറാകില്ല. തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലും ഹോർമൂസ് കടന്ന് ഇറാനിയൻ ജലപാത കടന്നു പോകില്ല എന്നും പോകാൻ പാടില്ല എന്നുമാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഇത് ലംഘിച്ച് അമേരിക്കൻ പിന്തുണയോടെ കടലിടുക്ക് കടക്കാൻ തുനിഞ്ഞ കപ്പലുകളെ ഇറാൻ ആക്രമിക്കുകയും ചെയ്തു. ഇന്നലെ ആക്രമിക്കപ്പെട്ട 3 കപ്പലുകളും ഇത്തരത്തിൽ അമേരിക്കൻ പ്രോത്സാഹനം സ്വീകരിച്ചവയാണ് എന്ന് ഇറാൻ കുറ്റപ്പെടുത്തുന്നുണ്ട്. കടലിടുക്കിന് തെക്കുഭാഗത്ത് കുഴിച്ചിട്ട മൈനുകൾ കടന്ന് കപ്പലുകൾ മുന്നോട്ടു പോകാൻ ശ്രമിച്ചപ്പോഴാണ് മൈനുകളിൽ തട്ടി ഒരു കപ്പലിന് തീ പിടിച്ചതും മറ്റ് 2 കപ്പലുകൾ പിന്തിരിഞ്ഞതും എന്ന് IRGC വ്യക്തമാക്കുന്നു. അമേരിക്ക ഇത്തരത്തിൽ കപ്പലുകളെ കടന്നുപോകാൻ സഹായിക്കുന്നിടത്തോളം കാലം ഹോർമൂസ് അടഞ്ഞു തന്നെ കിടക്കുമെന്നാണ് ഇറാൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച വാണിജ്യ കപ്പലുകൾ ഇറാനിയൻ സൈന്യം ആക്രമിച്ചതാണ് വെടിനിർത്തൽ കരാർ മറികടന്ന് ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. ഇറാനുമേൽ എണ്ണ ഉപരോധം വീണ്ടും ഏർപ്പെടുത്തിയതും ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിച്ചും മാരകമായ വ്യോമാക്രമണങ്ങൾ നടത്തിയുമായിരുന്നു അമേരിക്കയുടെ തിരിച്ചടി. ഏപ്രിലിൽ നിലവിൽ വന്ന് പിന്നീട് ഒരു തവണ കൂടി ദീർഘിപ്പിച്ച വെടിനിർത്തൽ കരാറിലെ അവ്യക്തതയും സമാധാന കരാർ അന്തിമമാക്കുന്നതിലുള്ള കഴിവില്ലായ്മയും കരാർ റദ്ദാക്കാൻ ഇടയാക്കിയിട്ടുണ്ട് എന്നത് മറ്റൊരു വശമാണ്.
ഇതോടെ ഈ സാഹചര്യത്തിൽ ഇറാനിൽ കരസേനയെ വിന്യസിക്കുന്നതുൾപ്പെടെ അമേരിക്ക പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ട്. പക്ഷേ കരസേനയെ ഇറക്കിയുള്ള യുദ്ധത്തിന് അമേരിക്ക എത്രത്തോളം തയ്യാറാകുമെന്ന് ഉറപ്പില്ല. അതുണ്ടാക്കിയേക്കാവുന്ന ഇമ്പാക്റ്റ് മനസ്സിൽ കണ്ടതുകൊണ്ടാണ് അമേരിക്ക ഇത്രയും മാസങ്ങളായിട്ടും കരസേനയെ ഇറക്കി നേരിട്ടുള്ള യുദ്ധത്തിന് തയ്യാറാകാത്തത്. ഇനി വേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, യുദ്ധത്തിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടാക്കി അതിനായി നയതന്ത്ര തലത്തിലുള്ള പരിശ്രമം ഒരിക്കൽ കൂടി US നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം രാജ്യത്തിനുണ്ടാകുന്ന ബാധ്യതകൾ കണക്കിലെടുത്ത് ഇറാനും ബലപ്രയോഗങ്ങളിൽ നിന്ന് പിന്തിരിയണം. യുദ്ധം ചെയ്ത് പരിഹാരമുണ്ടാക്കാമെന്ന് വെച്ചാൽ ഇരുഭാഗത്തും നഷ്ടങ്ങൾ കൂടും എന്നതല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ യുദ്ധം തുടങ്ങി ഇതുവരെ കൃത്യമായ ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ആണവ കരാർ എന്ന ലക്ഷ്യം മുൻനിർത്തി യുദ്ധം ആരംഭിച്ച അമേരിക്ക ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിലാണ് എന്നതിൽ തന്നെ അവരുടെ സ്ഥിരതയില്ലായ്മ പ്രകടമാണ്. ഇറാന്റെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു കരാർ കൊണ്ടുവരാതെ US ഇതുവരെ 10,000 ഡോളർ യുദ്ധത്തിനായി ചെലവഴിച്ചിട്ടുണ്ട്. നിർണായകമായ യുദ്ധോപകരണങ്ങൾ തീർന്നു. ആഗോള സമ്പദ് വ്യവസ്ഥ തടസ്സപ്പെട്ടു. കുറഞ്ഞത് 17 അമേരിക്കൻ സൈനികരുടെ ജീവനും നൽകേണ്ടി വന്നു. എന്നിട്ടും ആണവ പദ്ധതിക്ക് പരിഹാരമായില്ല. മറിച്ച് യുദ്ധകാരണങ്ങൾ മാറിമറിയുകയും ചെയ്തു. അമേരിക്കൻ ജനതയ്ക്ക് പോലും വേണ്ടാത്ത യുദ്ധമാണ് ഇതെന്ന് പരക്കെ ആക്ഷേപിക്കപ്പെട്ടു. ആ അർത്ഥത്തിലെങ്കിലും അമേരിക്കൻ വോട്ടർമാർ അംഗീകരിക്കാൻ സാധ്യതയുള്ള ഒരു സമയപരിധിയിൽ ഭരണകൂടം അതിൻ്റെ നഷ്ടം എത്രയും വേഗം കുറയ്ക്കുന്നതായിരുന്നു ബുദ്ധിപരം. മറിച്ച് ഇപ്പോൾ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ പൂർണ്ണതോതിലുള്ള പോരാട്ടത്തിലേക്ക് മടങ്ങുക എന്നത് മികച്ച ഫലങ്ങൾ നൽകുമെന്ന് വിശ്വസിക്കാൻ ഒരു കാരണവുമില്ല. അമേരിക്കയുടെ ഈ നടപടികളെല്ലാം ആകട്ടെ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കുന്നതിന് ഇറാന് പ്രോത്സാഹനവും നൽകി എന്ന് കരുതാം. ഇക്കുറി ആക്രമണം ആരംഭിച്ചത് ഇറാൻ കപ്പലുകൾ ആക്രമിച്ചത് കൊണ്ടാണ് എന്ന് പറയാം. പക്ഷേ അതിലേക്ക് നയിച്ചത് കരാറിന് വ്യക്തത കുറവുള്ള രീതിയിൽ അമേരിക്ക നടത്തിയ ചില ഇടപെടലുകൾ ആണെന്നതിൽ ഒരു തർക്കവും ഉണ്ടാകില്ല. ഇറാൻ ഹോർമൂസിൽ വാണിജ്യ കപ്പലുകളെ ആക്രമിച്ചതിന് മറുപടിയായാണ് അമേരിക്ക ഇറാനിൽ വ്യോമാക്രമണം വീണ്ടും ആരംഭിച്ചത്. പക്ഷേ ബോംബാക്രമണങ്ങളോ ഉപരോധങ്ങളോ മാത്രം ഒരു ഭരണകൂടത്തെ സ്വാധീനിക്കാൻ പര്യാപ്തമല്ല എന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ അതോടൊപ്പം ഇറാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇറാനിയൻ ഭരണകൂടം അതിജീവനത്തെ വിജയമായി തെറ്റിദ്ധരിപ്പിക്കാതിരിക്കുക എന്നതാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥ ഇതിനോടകം തകർന്നിരിക്കുന്നു എന്ന സത്യം അവർ തിരിച്ചറിയണം. ജനസംഖ്യയുടെ 40% വരെ ദാരിദ്ര്യത്തിൽ കഴിയുന്നുണ്ടാകാമെന്നാണ് വിലയിരുത്തൽ. ഇത് മനസ്സിലാക്കിയുള്ള ഒരു സ്വയം തിരുത്തലിനാണ് ഇറാനും തയ്യാറാകേണ്ടത്. ഉപരോധങ്ങൾ ഒഴിവാകുന്നതിനും പുനർനിർമ്മാണത്തിനുമുള്ള പണം അൺലോക്ക് ചെയ്യുന്ന ഒരു അന്തിമ കരാർ മാത്രമേ രാജ്യത്തെ സ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായ വിഭവങ്ങൾ നൽകുകയുള്ളൂ. ഷിപ്പിംഗ് ഫീസ് എന്നത് തുച്ഛമായ വരുമാനം മാത്രമേ ഉണ്ടാകൂ. അതേസമയം ഗൾഫിന്റെ എണ്ണ വാതക കയറ്റുമതിക്കായി ഇതര മാർഗങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങളെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. യുദ്ധം ജയിച്ചുവെന്ന് തെളിയിക്കാൻ കഠിനമായി പരിശ്രമിക്കുമ്പോൾ ഭരണകൂടത്തിന് സമാധാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്.